സ്റ്റഡി ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള സെക്കൻഡ് പാർട്ടിലെ 8ാം യൂണിറ്റാണ്. ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നാണ് യൂണിറ്റിൻ്റെ പേര്. പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി ഒരു പ്രതിമയുടെ ചിത്രം കാണാം അല്ലേ? എന്താണ് ഈ പ്രതിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൊളച്ചി വിക്ടറി വാരിയർ സ്റ്റാച്യു എന്നാണ് ഈ പ്രതിമ അറിയപ്പെടുന്നത്. 1741 കുളച്ചിലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇത് സ്ഥാപിച്ചത്. 1741 കുളച്ചിലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ സ്റ്റാച്യു സ്ഥാപിച്ചത്. അതായത് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ധൈര്യത്തെയും വിജയത്തിൻ്റെയും പ്രതീകമാണ് ഈ പ്രതിമ. ഈ ഒരു പ്രതിമ കൊളച്ചി വിക്ടറി വാരിയർ സ്റ്റാച്യു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിൽ എത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കൈ ലഭിച്ചത് ബ്രിട്ടീഷുകാർക്കാണ്. അപ്പോൾ കേരളത്തിൽ വന്നിട്ട് നാട്ടുരാജ്യങ്ങൾ സ്ഥാപിക്കാനായിട്ട് നിരവധി യൂറോപ്യൻ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ മേൽക്കൈ ലഭിച്ചത് ബ്രിട്ടീഷുകാർക്കാണ്. യൂറോപ്യരുടെ ആഗമന കാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും അതുപോലെ കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും അതുപോലെ കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലും നിലനിന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് നോക്കിയാലോ? കേരളത്തിൽ ആരൊക്കെയാണ് ബ്രിട്ടീഷുകാരോട് ആദ്യം പോരാടിയത്? എന്തായിരുന്നു കാരണങ്ങൾ? അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ പാഠഭാഗത്തിലേക്ക് നോക്കാൻ പോകുന്നത്. പടയൊരുക്കത്തിൽ കാഹളം മുഴങ്ങുന്നു. നമുക്ക് ചിത്രത്തിൽ പി കുഞ്ഞിരാമൻ നായർ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കൃതിയിൽ പഴശ്ശിരാജയെക്കുറിച്ച് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഒട്ടും മറന്നില്ല ഞങ്ങളിന്നും നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ, ഹൃത്തിലെ ചെഞ്ചോര നീലിലി സ്വാതന്ത്ര്യ വിത്ത് മുളപ്പിച്ച കർഷക വീരനെ, സ്വാതന്ത്ര്യലബ്ധിതൻ ലഹരിയെ പാടെ മറന്നു മലയാളിയെങ്കിലും. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചാണ് മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്.